കർത്താവായ യേശുവിൻ്റെ ധന്യമുള്ള നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഈ പ്രഭാതത്തിലും യേശുവിൻ്റെ വചനവുമായി നിങ്ങളെ അഭിസംബോധന ചെയ്ത് സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം അവസരങ്ങൾ നൽകുന്നതിനായി ഞാൻ ദൈവത്തിന് മഹത്വം അർപ്പിക്കുകയാണ്. ഓരോ ദിവസവും നമുക്ക് വേണ്ട ആഹാരം, വസ്ത്രം, സന്തോഷം, സമാധാനം, ദൈവകൃപ എല്ലാം ഉയരത്തിൽ നിന്ന് ദാനം നൽകി നമ്മളെ ജയാളികളാക്കുന്ന, അനുഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ആ വിശ്വസ്തതയ്ക്കും ആ കരുണയ്ക്കും 1000 നന്ദി യേശു രാജാവിന് ഞാൻ അർപ്പിക്കുകയാണ്. പ്രിയരെ, നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന കർത്താവ് സ്വർഗത്തിൽ ജീവിക്കുന്നു. കല്ലറയെ പൊട്ടിച്ച് മരണത്തെ ജയിച്ച് മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കയ്യിൽ വാങ്ങിയ നമ്മുടെ അരുമനാഥനായ കർത്താവ് നമുക്ക് വേണ്ടി എന്നും പക്ഷപാതം ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ബലഹീനതയിൽ നമ്മോട് കൂടെ നിന്ന് തുണ നിന്ന് നമ്മെ സഹായിക്കുന്നുണ്ട്. അതുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ ഭാരപ്പെടേണ്ട, നിങ്ങൾ നിരാശപ്പെടേണ്ട. ദൈവം നിങ്ങൾക്ക് വേണ്ടി ശ്രേഷ്ഠവും മാന്യവുമായ അനുഗ്രഹങ്ങൾ ഒരുക്കി വച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സമൃദ്ധിയായി ഇന്ന് രാവിലെ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ചിന്തയ്ക്ക് വേണ്ടി പരിശുദ്ധ ആത്മാവ് എൻ്റെ പക്കൽ നൽകപ്പെട്ടിരിക്കുന്ന വേദവാക്യം എഫേസ്യ ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. വാക്യം ഇങ്ങനെയാണ്: അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം തൻ്റെ ജഡത്താൽ നീക്കി വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞു. അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നത്. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവായ യേശു ക്രിസ്തു കന്യകയിൽ ജനനമെടുത്ത് ഈ ഭൂമിയിൽ വന്നതിൻ്റെ പ്രധാന ഉദ്ദേശത്തെക്കുറിച്ച് അപ്പോസ്തലനായ പൗലോസ് എഫേസ്യയിലുള്ള സഭാവിശ്വാസികൾക്ക് ലേഖനം എഴുതിയപ്പോൾ അത് വ്യക്തമായിട്ട് ചൂണ്ടിക്കാണിക്കുകയാണ്. നമ്മുടെ കർത്താവ് ഇരുപക്ഷത്തെയും ഒന്നാക്കാൻ ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം, ഒരിക്കൽ നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ കീഴിലായിരുന്നു. ന്യായപ്രമാണത്തിൻ്റെ കീഴിൽ കിടന്ന നമ്മൾ ആടിൻ്റെയോ പശുക്കിടാവിൻ്റെയോ കുറുപ്രാവിൻ്റെയോ രക്തച്ചൊരിച്ചിലൂടെ പാപമോചനം നേടണമെന്ന് ന്യായപ്രമാണം നമ്മളെ പഠിപ്പിച്ച്, അപ്പോൾ തന്നെ ആ ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് ജീവിച്ച ഒരു വർഗമായിരുന്നു നാം ഓരോരുത്തരും. യഹൂദനാണെങ്കിലും ജാതിയാണെങ്കിലും ദൈവത്തിൽ നിന്ന് അകന്നുപോയ ഒരു സമ്പ്രദായം നമുക്കറിയാം. യഹോവയായ ദൈവം ഏദൻ തോട്ടത്തിൽ സൃഷ്ടിച്ച ആദം ഹവ്വ ദമ്പതികൾ ദൈവത്തിൽ നിന്ന് അകന്നുപോയി. എങ്ങനെ? പാപം ചെയ്തത് കാരണം. പാപത്തിൻ്റെ ശമ്പളമായ മരണം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ട് ദൈവത്തോട് ചേർന്നിരിക്കേണ്ട ആദം ഹവ്വ ദമ്പതികൾ വെയിലാറുമ്പോൾ യഹോവയായ ദൈവം തോട്ടത്തിൽ വരുമ്പോൾ ദൈവത്തെ തൊട്ടുരുമ്പി ഇരിക്കുന്ന, അവൻ്റെ മടിയിൽ തലചാച്ച് കിടക്കുന്ന ഒരനുഭവം ഉണ്ടായിരുന്നു. പക്ഷേ പാപം ചെയ്തപ്പോൾ അവർ നഗ്നരായി, തേജസ് നഷ്ടപ്പെട്ടു പോയി. അവരെ ആവരണം ചെയ്യപ്പെട്ട തേജസ് നഷ്ടപ്പെട്ടപ്പോൾ നഗ്നരായി എന്നറിഞ്ഞ് അത്തിയില കൊണ്ട് നഗ്നത മറച്ച് ഇരിക്കുന്ന സമയം ദൈവത്തിൻ്റെ കാലൊച്ച കേട്ടു. അവർ ഓടി വൃക്ഷങ്ങളുടെ മറവിൽ പോയി മറഞ്ഞിരുന്നു. ആദമേ, നീ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വാത്സല്യനിധിയായൊരപ്പൻ ആ തോട്ടത്തിലേക്ക് കയറി വരുമ്പോൾ പാപം ചെയ്ത് നഗ്നരായി അവൻ പാപത്തിൻ്റെ ശമ്പളമായ മരണത്തിൻ്റെ അവകാശികളായി ദൈവത്തിൻ്റെ അടുക്കലേക്ക് വരാൻ കഴിയാതെ അന്യപ്പെട്ട് ദൈവത്തിൽ നിന്ന് അകന്നുപോയി നിൽക്കുന്ന 2 പേരെയാണ് കാണുന്നത്. യഹോവയായ ദൈവം അവരെ ഓർത്ത് ദുഃഖിച്ചു. ആ ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞു: അയ്യോ, ഞാൻ ഈ ജനത്തെ ഉണ്ടാക്കിയല്ലോ എന്ന് പറഞ്ഞ് അനുതപിച്ചു. ഈ അകന്നുപോയ ജനത്തെ ഒന്നിപ്പിക്കാൻ,
ആരിലേക്ക്? ദൈവത്തിങ്കിലേക്ക് ഒന്നിപ്പിക്കാൻ. ദൈവത്തിങ്കിലേക്ക് മനുഷ്യരെയും മനുഷ്യരിലേക്ക് ദൈവത്തെയും കൂടെ ഒന്നിപ്പിക്കാൻ എടുത്ത ഒരു തീരുമാനമായിരുന്നു സ്വർഗം തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ ഈ ഭൂമിയിലേക്ക് അയക്കുക എന്നുള്ളത്. ഈ ഭൂമിയിലേക്ക് തൻ്റെ പുത്രനായ ക്രിസ്തുവിനെ അയച്ച് നഷ്ടപ്പെട്ടുപോയ സമാധാനവും നഷ്ടപ്പെട്ടുപോയ സന്തോഷവും നമുക്ക് തിരികെ തരാൻ യഹോവയായ ദൈവം ആഗ്രഹിച്ചു പ്രിയരെ. അതുകൊണ്ട് ക്രിസ്തുവിനെ കുറിച്ച് എഫേസ്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി, ദൈവത്തെയും മനുഷ്യനെയും ഒന്നാക്കി. അകന്നുപോയ മനുഷ്യനെ ആ അകൽച്ചയ്ക്ക്, ആ വിടവിനകത്ത് നോക്കുക, ആ വിടവിലേക്ക് മനുഷ്യനും ദൈവവും തമ്മിലുള്ള അകൽച്ച സംഭവിച്ചപ്പോൾ അവിടെ സ്വാഭാവികമായിട്ട് ഒരു വിടവുണ്ടായി. ആ വിടവിലേക്ക് യേശു ഇറങ്ങി വന്നിട്ട് എന്ത് ചെയ്യുന്നറിയാമോ? ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രുത്വം എന്ത് ചെയ്തു? ന്യായപ്രമാണത്തെ കീറി മുറിച്ചിട്ട്, ആ ശത്രുവായി നിന്ന ന്യായപ്രമാണത്തെ കീറി മുറിച്ച് കാലിൻ്റെ കീഴിലിട്ട് ചവിട്ടിക്കളഞ്ഞിട്ട് തൻ്റെ ജഡത്താൽ, നോക്കിക്കേ, ജഡത്താൽ ആ ന്യായപ്രമാണത്തെ നീക്കേണ്ടതിന് വേർപാടിൻ്റെ നടുച്ചുവർ എന്ത് ചെയ്തു? ഇടിച്ചു കളഞ്ഞു. ദൈവത്തിങ്കിലേക്ക് ചെല്ലാൻ കഴിയാതെ, മനുഷ്യനിലേക്ക് ദൈവത്തിന് വരാൻ കഴിയാതെ ഒരു ചുവരുണ്ടാക്കി, ആ വേർപാടിൻ്റെ ചുവര് നിമിത്തം അങ്ങോട്ടോ ഇങ്ങോട്ടോ പോക്കോ വരവോ ഉണ്ടാകാതെ അകന്നുപോയ ആ വേർപാടിൻ്റെ നടുച്ചുവർ എന്ത് ചെയ്തു? യേശു തന്നെ ആമ ജഡത്താൽ നീക്കി. ജഡത്താൽ നീക്കി. എൻ്റെ പ്രിയരെ, ദൈവത്തിങ്കിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടതിന്, പിതാവായ ദൈവത്തിങ്കിലേക്ക്, മാനവജാതിയായ സൃഷ്ടാവിലേക്ക് നമ്മെ അടുപ്പിക്കേണ്ടതിന് തടസ്സം നിന്ന ആ വേർപാടിൻ്റെ ചുവരിനെ, ആ ബൗണ്ടറിയെ പൊട്ടിക്കാൻ വേണ്ടി യേശു ജഡത്താൽ അതിനെ നീക്കേണ്ടി വന്നു. എങ്ങനെയാണ് ജഡത്താൽ നീക്കിയത്? യേശു കർത്താവ് ജനിക്കുന്നതിൻ്റെ 700 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകൻ വിളിച്ചു പറഞ്ഞു, കണ്ടാൽ ആളല്ലാത്ത രൂപത്തിൽ മാംസപിണ്ഡമായി കിടക്കുന്നൊരു ക്രിസ്തു. നോക്കൂ, അറുക്കുവാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെ, രോമം കത്രിക്കുന്ന ഇടയിൽ മിണ്ടാതിരിക്കുന്ന ആടിനെ പോലെ യേശു ഇരുന്നു. പടയാളികൾ അവനെ ക്രൂശിച്ചു. പടയാളികൾ അവൻ്റെ രോമം പിച്ചിപ്പറിച്ചു. അവൻ്റെ മുഖത്ത് കാർക്കിച്ചു തുപ്പി. അവനെ കോലുകൊണ്ട് അടിച്ചു. അവൻ്റെ കണ്ണ് കെട്ടി. അവൻ്റെ രോമം പിച്ചിപ്പറിച്ചു. നോക്ക്, യേശുവിൻ്റെ മുതുക അടിച്ചു കീറി ക്രൂശും എടുത്തുകൊണ്ട് കാൽവറിയോളം നീങ്ങി. ഇതെല്ലാം തൻ്റെ ജഡത്തിൽ താൻ അനുഭവിച്ചു. എന്തിനാണ് പൊന്തിയോസ് പീലാത്തോസിന്റെ കൽത്തളങ്ങളിൽ യേശു ഇതെല്ലാം സഹിച്ചത്? ആ സഹിച്ചതിൻ്റെ ആ അർത്ഥം, ആ സഹിച്ചതിൻ്റെ കാരണം ഈ വാക്യത്തിൽ കിടക്കുകയാണ്. തൻ്റെ ജഡത്താൽ വേർപാടിൻ്റെ നടുച്ചുവർ ഇടിച്ചു കളയാൻ. പ്രിയരെ, ദൈവത്തിങ്കിലേക്ക് അപ്പാ എന്ന് പറഞ്ഞ് ചെല്ലാൻ കഴിയാതെ ജനം അന്യപ്പെട്ടു പോയപ്പോൾ മോശയോട് പറഞ്ഞ്, മോശ ദൈവത്തോട് പറയേണ്ട ഒരു കാലഘട്ടത്തിൽ നിന്ന് നേരിട്ട് ചെന്ന് അബ്ബാ, പിതാവേ എന്ന് വിളിച്ച് പുത്രത്വത്തിൻ്റെ ആത്മാവിനെ നമ്മളിലേക്ക് തന്ന അപ്പനും മക്കളും തമ്മിലുള്ള ഒരു അഭേദ്യ ബന്ധത്തിൽ പിന്നെയും അടുത്ത് ചെല്ലുവാൻ കൃപാസനത്തോളം അവകാശവും സാവകാശവും നമുക്ക് കിട്ടിയത് ക്രിസ്തുവിൻ്റെ ജഡം തകർന്നതുകൊണ്ട് മാത്രമാണ്. യേശുവിൻ്റെ ജഡം തകർന്നതുകൊണ്ട്, യേശുവിൻ്റെ രക്തം ഒഴിച്ചതുകൊണ്ട്, യേശു നമുക്ക് വേണ്ടി ന്യായപ്രമാണത്തിൻ്റെ ശത്രുത്വത്തെ നീക്കാൻ വേണ്ടി പരമയാഗമായതുകൊണ്ട് അവിടെ എന്ത് ചെയ്തു? സാത്താനെ അവൻ തോൽപ്പിച്ചു. പിശാചിനെ അവൻ അടിയറ വെപ്പിച്ചു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കർത്താവ് ഏറ്റുവാങ്ങി. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകത്തിൽ ഈ കർത്താവ് പറഞ്ഞു, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ എൻ്റെ പക്കലുണ്ട്. നോക്കുക, കർത്താവ് അതിനെ ഏറ്റെടുത്തു. നോക്കൂ പ്രിയരെ, സൃഷ്ടാവായ നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ നിന്ന്, ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് നമ്മെ അകറ്റിക്കളഞ്ഞ ആ വേർപാട് അതിനെ തകർത്തെങ്കിൽ ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ ദൂത് പറയാം, നിനക്കെതിരെ നീ ദൈവത്തോട് അടുക്കാൻ കഴിയാതെ, നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ കഴിയാതെ, ഉപവസിക്കാൻ കഴിയാതെ, ദൈവസന്നിധി മുട്ടുമടക്കാൻ കഴിയാതെ, ദൈവസന്നിധി നിലനിൽക്കാൻ കഴിയാതെ നിന്നെ വലിച്ചെറിഞ്ഞ ആ വേർപാടിൻ്റെ ചുവര്, നിന്നെ ഒതുക്കിക്കളഞ്ഞ ആ വേർപാടിൻ്റെ ചുവര്, നിന്നെ നശിപ്പിക്കാൻ നോക്കിയ വേർപാടിൻ്റെ ചുവര് യേശു തൻ്റെ രക്തം കൊടുത്തും ശരീരം കൊടുത്തും വിലയ്ക്ക് വാങ്ങി എന്നെയും നിന്നെയും പുത്രത്വത്തിൻ്റെ ആത്മാവിനാൽ ഒരുക്കിയെടുത്തത് നമുക്ക് ദിവ്യ സമാധാനം തരാൻ വേണ്ടിയാണ്.
അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഞാൻ ഇന്ന് രാവിലെ വിളിച്ചു പറയാം, നമ്മളിനി അന്യരല്ല. നമ്മളിനിയും ആമേൻ ഒരു മീഡിയേറ്ററിനെ വെച്ചുകൊണ്ട് കാര്യം നടത്തേണ്ടവരല്ല. നമുക്ക് നേരിട്ട് ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലാം. ന്യായപ്രമാണത്തിൻ്റെ ആ കാലഘട്ടത്തിൽ മോശയോട് ചെന്ന് പറയണമായിരുന്നു, ആമേൻ. എന്നാൽ സ്വർഗത്തിലെ യേശു നമുക്ക് വേണ്ടി പൊരുളായി തിരിച്ച് ഇറങ്ങി വന്നപ്പോൾ ഇനി നമുക്ക് മോശയുടെ ഒരു മധ്യസ്ഥത വേണ്ട, അബ്രഹാമിൻ്റെ മധ്യസ്ഥത വേണ്ട, ഇനി ഏതെങ്കിലും പ്രവാചകന്മാരുടെ പുരോഹിതന്മാരെ മൺമറഞ്ഞു പോയവരുടെ ജീവിച്ചിരിക്കുന്നവരുടെ മധ്യസ്ഥ നമുക്ക് വേണ്ട. വേദപുസ്തകത്തിൽ പറയുന്നു, അബ്ബാ പിതാവേ എന്ന് വിളിക്കാൻ പുത്രത്വത്തിൻ്റെ ആത്മാവിനെ എന്നിലേക്ക് ഇട്ട് തന്നിരിക്കുന്നു. അതുകൊണ്ട് നമ്മളിൽ പുത്രത്വത്തിൻ്റെ ആത്മാവുള്ളത് കൊണ്ട് ഗലാത്യർ 3:26-27 വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നു, ക്രിസ്തുയേശുവിലുള്ള വിശ്വാസത്താൽ നിങ്ങൾ എല്ലാവരും ദൈവത്തിൻ്റെ മക്കൾ ആകുന്നു. നോക്കുക, ജഡം തന്ന് ജഡത്താൽ നമ്മളെ വിലയ്ക്ക് വാങ്ങിയ ക്രിസ്തുയേശുവിൽ നമ്മൾ ഇപ്പോൾ ആരാണെന്നറിയാമോ? അന്യരല്ല പ്രിയരെ. വിശ്വാസത്താൽ നാം എല്ലാവരും ദൈവത്തിൻ്റെ മക്കളാകുന്നു. ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. നോക്കുക, 2 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ആമേൻ. ഗലാത്യ ലേഖനം 3-ാം അധ്യായം അതിൻ്റെ 26 പറയുകയാണ്, വിശ്വാസത്താൽ നാം ദൈവത്തിൻ്റെ മക്കളാകുന്നു. ജഡം ആമേൻ കൊടുത്ത് കർത്താവ് നമ്മളെ വീണ്ടെടുത്തപ്പോൾ നമുക്ക് കിട്ടിയ 2 പദവികൾ, 2 അനുഗ്രഹങ്ങൾ ആ ഭാഗത്ത് കാണുകയാണ്. ഒന്ന്, ക്രിസ്തുവിൻ്റെ മകൾ അല്ലെങ്കിൽ മകൻ ആകുന്നു. 27-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അപ്പൊ നോക്കിക്കേ, നമ്മൾ ആരാണ്? ക്രിസ്തുവിൻ്റെ മക്കളായി മാറി. 2, ക്രിസ്തുവിനെ ധരിക്കുന്നവരായി മാറി. വസ്ത്രം ധരിക്കുന്നത് പോലെ ക്രിസ്തുവിനെ നമ്മൾ ധരിച്ചിരിക്കുക. ഇനി ഞാനല്ല, എന്നിൽ വസിക്കുന്ന ക്രിസ്തു അത്രേ എന്ന് പറയത്തക്ക നിലയിൽ ഇനി ക്രിസ്തുവിലുള്ള വിടുതൽ എൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ ഇടയാകട്ടെ എന്ന് പറയത്തക്ക നിലയിൽ ഇനി നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണട്ടെ. യേശുവിനെ കാണാൻ നമ്മളിലേക്ക് നോക്കാനുള്ള അവസരം ലഭിക്കേണ്ടതിന് പ്രിയരെ, ക്രിസ്തു ഈ ഭൂമിയിൽ ഇറങ്ങി വന്നു. ഈ ക്രിസ്തു ഭൂമിയിൽ ഇറങ്ങി വന്ന് ന്യായപ്രമാണത്തിൻ്റെ ശാപത്തെ നീക്കിയിട്ട് ജഡം കൊടുത്ത് രക്തം കൊടുത്ത് ശരീരം കൊടുത്ത് ആ വേർപാടിൻ്റെ നടിച്ചുവരങ്ങോട്ട് ഇടിച്ചു കളഞ്ഞപ്പോൾ നമുക്ക് കിട്ടിയ 2 അനുഗ്രഹമാണ്. ഒന്ന്, ഗലാത്യ ലേഖനം 3-ാം അധ്യായം 26-27 വായിക്ക്. 1, അവൻ്റെ മക്കളായി. 2, അവനാൽ ധരിക്കപ്പെടുന്ന ഒരനുഭവം നമുക്കുണ്ടായി. അതുകൊണ്ട് പ്രിയരെ, ഇന്ന് രാവിലെ ഞാൻ ഇങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കട്ടെ, നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ കർത്താവിൻ്റെ മക്കളാണ്. നമ്മൾ സാധാരണക്കാരല്ല, നമ്മൾ ക്രിസ്തുവിനെ ധരിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ക്രിസ്തുവിൻ്റെ മക്കളായി വളരുവാൻ ദൈവം നിങ്ങൾക്ക് അവസരം ലഭിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ആർക്കെങ്കിലും ഈ പദവിയിൽ എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഒരു വാക്ക് എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവാം ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളാകാൻ കഴിയാതെ പോയ ചിലരെന്നെ കേൾക്കുന്നുണ്ട്. അവിടുത്തെ ശക്തിയെ ധരിക്കാൻ കഴിയാതെ പോയ ചില ആളുകൾ എന്നെ കേൾക്കുന്നുണ്ട്. ആകയാൽ ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന ഈ മക്കളോട് കരുണ കാണിച്ചിട്ട് കർത്താവെ, ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് കർത്താവ് ഞങ്ങളെ വിടുവിച്ച് ആ വേർപാടിൻ്റെ നടിച്ചുവരങ്ങോട്ട് ഇടിച്ചു കളഞ്ഞ് ക്രിസ്തു അതിനെ പണിത് ഞങ്ങളെ കർത്താവ് ദൈവത്തിങ്കിലേക്ക് അടുപ്പിച്ചപ്പോൾ ഞങ്ങൾ അവിടുത്തെ മക്കളും ആമെ ക്രിസ്തുവിനെ ധരിക്കുന്നവരുമായി മാറ്റിയ ആ പദവി ഞങ്ങൾക്ക് തന്നതുപോലെ ഈ മക്കൾക്കും കൊടുക്കണേ. ഇവരുടെ കുടുംബം അനുഗ്രഹിക്കപ്പെടണം, ഇവരുടെ രോഗങ്ങൾ മാറണം, ഇവരുടെ കെട്ടുകൾ അഴിക്കണം, ഇവരുടെ ബന്ധനം അഴിക്കണം, ദൈവിക പദ്ധതി വെളിപ്പെടുത്തണം, അത്ഭുതം കർത്താവ് ചെയ്യണം, വിടുതന്റെ കരം ദൈവം നീട്ടണം. യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക. ഈ സന്ദേശം എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ അത് വലിയ വിടുതലും അനുഗ്രഹവുമായിരിക്കും. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം ഒരു വിഷയം കൂടെ പറയട്ടെ. നമ്മുടെ സ്കൂൾ തുറക്കുന്ന സമയമാണ്. നമ്മൾ എല്ലാ വർഷവും ഗ്രേസ് ടിവിയുടെ ഭാഗമായിട്ട് 100 കുട്ടികൾക്ക് ബാഗ്, കൊട, ബുക്കുകളൊക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. നിങ്ങൾക്ക് ഗ്രേസ് ടിവിയുടെ പ്രേക്ഷകർക്കറിയാം. ഈ വർഷവും നമ്മൾ കൊടുക്കുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസങ്ങളിലെ ക്രമീകരണങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആർക്കെങ്കിലും സാമ്പത്തികമായി ആ വിഷയത്തിൽ സഹായിക്കാൻ ഇത്ര കുട്ടികളെ ഞാൻ സ്പോൺസർ ചെയ്യാം എന്ന ഒരാഗ്രഹം നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ കേൾക്കുന്ന ഗ്രേസ്
ടിവിയുടെ പ്രേക്ഷകരെ, നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. നമുക്കൊരുമിച്ച് നിൽക്കാം. ഈ സാഹചര്യത്തിൽ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഒരു കൈത്താങ്ങലായി ഗ്രേസ് ടി വി നമുക്ക് ഒരുമിക്കാം. അതിനുവേണ്ടി സന്മനസ്സുള്ള ആളുകളെ ഞങ്ങൾ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ചെറിയ ഒരു സപ്പോർട്ട് അത് മറ്റുള്ള കുഞ്ഞുങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. ജനുവിനായ ഭവനങ്ങളിൽ ഞങ്ങൾ എത്തിക്കുന്നതായിരിക്കും. ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നതാണ്. ഈ വർഷവും അടുത്ത ദിവസങ്ങളിൽ ക്രമീകരണം ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.